നമസ്കാരം. മഹാരാഷ്ട്ര വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ചില രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കും മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ക്രോസ് വോട്ടിംഗ് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ഏക്നാഥ് ഷിൻഡെയുടെ സേനയും തങ്ങളുടെ MLA-മാരെ മുംബൈയിലെ വിവിധ ഹോട്ടലുകളിലേക്ക് മാറ്റി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്താനും സാധ്യമായ ക്രോസ് വോട്ടിംഗ് ഒഴിവാക്കാനും രണ്ട് സഖ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള MVA സർക്കാർ 2.5 വർഷം മുമ്പ് MLC തെരഞ്ഞെടുപ്പിലെ ക്രോസ് വോട്ടിങ്ങിനെ തുടർന്ന് വീണത് ശിവസേന പാർട്ടിയിൽ പിളർപ്പിന് കാരണമായിരുന്നു. ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ നിർദ്ദേശം അവഗണിച്ച് MLA-മാർ സ്വന്തം ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യുന്ന രഹസ്യ ബാലറ്റ് സമ്പ്രദായം മൂലം ക്രോസ് വോട്ട് ചെയ്യുമെന്ന ഭയം സാധാരണമാണ്. ഇതൊഴിവാക്കാനാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തങ്ങളുടെ MLA-മാരെ മുംബൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് മാറ്റിയത്. എല്ലാ രാത്രിയും നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് MLA-മാർ അതത് ഹോട്ടലുകളിലേക്ക് മടങ്ങിയതിനു ശേഷം പാർട്ടിയുടെ മുൻഗണന അനുസരിച്ച് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് അവരുടെ പാർട്ടികളിലെ ഉന്നത നേതാക്കൾ ആവർത്തിച്ച് നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന തങ്ങളുടെ MLA-മാരെ ലോവർ പാരലിലെ ITS ഗ്രാൻഡ് സെൻട്രൽ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. BJP MLA-മാർ കൊളബിയിലെ താജിലും ഷിൻഡെ വിഭാഗം MLA-മാർ ബാന്ദ്രയിലെ താജ് ലാൻഡ് സെന്ററിലുമാണ് താമസിക്കുന്നത്. അജിത് പവാറിന്റെ NCP വിഭാഗം തങ്ങളുടെ MLA-മാർക്ക് അന്തേരിയിലെ ലളിത് ഹോട്ടലിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP തങ്ങളുടെ MLA-മാർക്കായി ഹോട്ടലുകളൊന്നും ബുക്ക് ചെയ്യുകയോ വലിയ യോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. വോട്ടെടുപ്പിനെ കുറിച്ച് MLA-മാരെ അറിയിക്കാൻ കോൺഗ്രസിന്റെ നിരീക്ഷകർ ഡൽഹിയിൽ നിന്ന് എത്തും. മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിൽ MLC തെരഞ്ഞെടുപ്പിന് എങ്ങനെ വോട്ട് ചെയ്യാമെന്നതിന്റെ BJP MLA-മാരുടെ പ്രത്യേക യോഗം ബുധനാഴ്ച നടത്തിയിരുന്നു. മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 11 സീറ്റുകളാണുള്ളത്. 12 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളതും. ഈ തെരഞ്ഞെടുപ്പിൽ MVA മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചത് എന്തിനെന്നത് വ്യക്തമല്ല. ഭരണകക്ഷിയായ BJP, ശിവസേന, NCP എന്നിവർക്ക് 181 സീറ്റുകളാണുള്ളത്. അതേസമയം കോൺഗ്രസ്, ശിവസേന, NCP എന്നിവരടങ്ങുന്ന MVAക്ക് 64 സീറ്റാണുള്ളത്. ചെറു പാർട്ടികളിൽ 29 MLA-മാരുണ്ട്. എല്ലാ പാർട്ടികളും തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുന്നതിനായുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.